സത്യഭാമേ തള്ളേ നീ എന്താണ് വിചാരിച്ചിനി നിനക്കാണ് സത്യഭാമ എന്നുള്ള പേരിട്ടിനി ഈ സരോനി ഉണ്ടല്ല വെറും ബിഗ് ബോസിന്റെ വാർത്ത പറയാൻ മാത്രല്ല കേട്ടാ ഈ ക്യാമറ മുമ്പിൽ വരുന്നത് ഇങ്ങനത്തെ എല്ലാം കണ്ടിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോലത്തെ പെണ്ണുങ്ങൾ എന്തിനാ നാക്കും വെച്ച് വെക്കുന്നത് നീ എന്തിനാ അച്ചക്കനെ പറ്റി പറഞ്ഞത് കാക്കയെ പോലെ ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേനെ നിറം കാക്കേനെ പോലത്തെ നിറാന്ന് തോന്നുന്ന എന്താണ് കാക്കേനെ പോലെ നിറവില്ല ആരും ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ അതോടൊപ്പം തന്നെ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറയും എന്നെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല പെറ്റ തള്ള സഹിക്കൂലെന്നാ അല്ലണേ നിനക്ക് എങ്ങനെ ഇതെല്ലാം പറയാൻ തോന്നുന്നു സത്യഭാമേ നീ ഒരു അമ്മയല്ലേ പെറ്റ തള്ള എന്ന് പറയുമ്പോ അമ്മ എപ്പ എന്റെ ഒപ്പില്ലേ നിന്റെ കുഞ്ഞേക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നീ സഹിക്കണ്ടേ ഇത്രയും വിരൂപനാണോ ഞാൻ എനക്ക് അതല്ല മനസ്സിലാവാത്തത് നീ പറഞ്ഞ ആ കുഞ്ഞിക്ക് എന്തിനാണ് കുറവില്ലത് എനിക്ക് തോന്നുന്നു ചേട്ടനുണ്ടായേക്കാൾ കൂടുതൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സൗന്ദര്യമുള്ളവർക്ക് പറ്റിയതാണ് മോഹിനിയാട്ടം എന്നാണ് നീ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ സൗന്ദര്യം എന്തെന്ന് ഒന്ന് പറഞ്ഞ അതിന്റെ മീട്ടത്തേക്ക് നോക്കി അതിന്റെ മൂക്ക് കണ്ട ഇഡ്ലിത്തട്ട് കണക്കത്തെ രണ്ട് മൂക്കുത്തി നെറ്റിക്കണ്ട വലിയ പപ്പടം പോലത്തെ പൊട്ടും കക്കൂസ് എഴുതുന്ന ബ്രഷ് പോലത്തെ മുടിയും ഇതും വെച്ചിട്ടാണ് നീ മറ്റുള്ളവനെ കുറ്റം പറയാൻ പോകുന്നത് നാണുണ്ടനെ നിനക്ക് പെണ്ണുങ്ങളെ പേര് കളയാൻ ആ കലാമണ്ഡലത്തിന്റെ പേര് കളയാൻ നാണമില്ലാത്ത സത്യഭാമ